നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് പങ്കിച്ചി മോക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന ഒരു സീനാണിത്. ഇത് നമ്മൾ നേരത്തെ വളർത്തിയിരുന്നതാണ് ജിമ്മി. അവൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ എന്നെ കാണുന്നത്. അപ്പോൾ എൻ്റെ കാൽ ചുവട്ടിൽ കയറുന്നത് കണ്ടോ അവന്. അവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ കൊച്ചു പരുവത്തിൽ തൊട്ട് ഞാനിരിക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിൽ വന്ന് കിടക്കും. ഞാൻ കാലെടുത്ത് അവൻ്റെ ദേഹത്ത് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ തലയെ വെച്ച് കൊടുക്കും. ആ ശീലമാണ് അവൻ ഇപ്പോഴും. നോക്കൂ, കണ്ടപാടെയുള്ള സന്തോഷ പ്രകടനം കണ്ടോ. ഇതിപ്പോൾ അവൻ ചവറയിലാണുള്ളത്. അവനെ ഒന്ന് കാണാനായിട്ട് കയറിയതാണ്. നമ്മുടെ ഒരു ബന്ധു വീട്ടിലാണ്. അപ്പോൾ അവനെ ഒന്ന് കാണാൻ കയറിയപ്പോൾ അവൻ്റെ സന്തോഷപ്രകടനം കണ്ടോ. കണ്ട ആ കാലിൻ്റെ കീഴിൽ കയറാനുള്ള ഒരു ഇത് കണ്ടോണോ അവന്. ആ കൊച്ചു പരുവത്തിൽ നമ്മൾ എങ്ങനെയാണോ അവനെ ശീലിപ്പിച്ച വർഷങ്ങൾക്ക് ശേഷവും അവൻ ആ ഒരു ഇതിലാണ്. എൻ്റെ കാലിൻ്റെ കീഴിൽ കയറാനുള്ള ആ ഒരു ശ്രമമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സ്നേഹമാണ്. അവൻ കാലിൻ്റെ അടിയിലാണ് കിടന്ന് ശീലിച്ചത്. അങ്ങനെ ആണ് ഇപ്പോഴും. വർഷങ്ങൾക്ക് ശേഷം അവൻ നമ്മളെ കാണുമ്പോഴും ആ ഒരു ശീലവും ആ ഒരു ഓർമ്മയും അവന് ഒരുപാട് കാര്യമൊക്കെ പറയുന്നുണ്ട്. എവിടാ എന്തുവാന്നൊക്കെ ഉള്ള രീതിയിൽ. അവനും 10 വയസ്സോളം ഉണ്ട്. അവൻ്റെ സന്തോഷപ്രകടനം കണ്ടോ. ഇത് പങ്കിച്ചെങ്ങാനും കാണണം. ഇത് കണ്ടു കഴിഞ്ഞാൽ അവൾ ശരിയാക്കും. കണ്ടേ, തല കൊണ്ടുവന്ന് എൻ്റെ കാലിൻ്റെ അടിയിൽ വെക്കുന്നുണ്ടോ. അവനെ കൊച്ചിലേ അങ്ങനെ ആയിരുന്നു ഞാൻ ശീലിപ്പിച്ചത്. അതാണ് അവൻ ഇപ്പോഴും ഈ പ്രായത്തിലും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല സ്നേഹമുള്ള മോനാണ്, ജിമ്മിയാണ്. അപ്പോൾ അവനെ കാണാൻ വേണ്ടി ഒന്ന് കയറിയതാണ്. അപ്പോൾ ഇന്ന് പങ്കി ഇത് കണ്ട എന്നെ അവനെയും ശരിയാക്കും. പങ്കി കാണാമെങ്കിൽ അസൂയം കുശുമ്പും ഒട്ടും ഇല്ലാത്തതുകൊണ്ട് ഇതവൾ സഹിക്കത്തില്ല. അപ്പോൾ ജിമ്മി മോൻ്റെ വിശേഷങ്ങളാണ് ഇന്ന്. അതേപോലെ തന്നെ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടെങ്കിലും അവൻ ആ സ്നേഹവും ആ ഒരു ഇതും ഇപ്പോഴും ഒരു കുറവില്ലാണ്ട്. നോക്ക്, കാലിൻ്റെ അടിയിലോട്ട് അവൻ തല ഇടിച്ചിടിച്ച് കയറ്റാൻ നോക്ക്. അവിടെ കാല് ഞാൻ വെച്ച് കൊടുക്കും. അവനെ കൊച്ചിലേ അങ്ങനെ ശീലിപ്പിച്ചായതുകൊണ്ട് അവൻ ഇപ്പോഴും ആ ഒരു ശീലത്തിൽ തന്നെ അവൻ നിൽക്കുന്നത്. എൻ്റെ കാൽ ചവിട്ടി കിടന്ന് വളർന്നതായതുകൊണ്ട് അവൻ അങ്ങനെ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞവനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അവൻ നല്ല ഇതായിട്ട് ആരോഗ്യത്തോടെ അടിച്ചു പൊളിച്ചവൻ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ് ഇനിയും നമുക്ക് വന്ന് കാണാം അവനെ. സിദ്ധാർത്ഥും ഉണ്ട്. സിദ്ധാർത്ഥിനെ പക്ഷേ അവന് വലിയ പിടിയില്ല. അവനാ പിള്ളേരെ മേലും ഒഴിക്കും. പങ്കിയുടെ കൂട്ട് തന്നെ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു. വീണ്ടും പങ്കിമോടെ വിശേഷങ്ങളുമായിട്ട് വരാം.